ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്ലം കേക്കാട്ടോ മനസ്സിലേക്ക് ആദ്യം വരിക. അതുകൊണ്ട് പ്ലം കേക്കിൻ്റെ റെസിപ്പി ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സായ ഈന്തപ്പഴം വേണം, കുറച്ച് കിസ്മിസ് വേണം, ടൂട്ടി ഫ്രൂട്ടിയും വേണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒരു ഓറഞ്ച് കൊണ്ട് ജ്യൂസ് ആക്കിയിട്ട് വെള്ളം കൂട്ടാതെ കേട്ടോ നമ്മളൊന്ന് പിഴിഞ്ഞെടുത്ത ആ ഓറഞ്ച് അതിലേക്ക് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മൾ വെള്ളം കൂട്ടാതെ ജ്യൂസാക്കി എടുക്കേണ്ടതാണ് കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്ലം കേക്കാണ്. ഇത് കണ്ടിട്ട് ഇനി ആരും തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടത് പോലെ ഉണ്ടാക്കിക്കോളും. ഇനി നമുക്കിതാ നട്ട്സ് വേണം, അത് അവിടെ മാറ്റി വെക്കുക. ഇനി പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. ഷുഗർ ബ്രൗൺ കളറാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് തിളച്ച് അതിലൊരു കുറുകൽ വരുമ്പോൾ നമുക്ക് അതിനെ അരിച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. ആ വെള്ളത്തോടെ അത് വറ്റിക്കരുത്, അത് അരിച്ചിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് പഞ്ചസാര സ്പൈസൊക്കെ ഇട്ട് പൊടിച്ച് വെക്കണം. അതിൻ്റെ കൂടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് തൂക്കി കൊടുക്കണം. അപ്പോൾ അത് കട്ട കൂടാതെ അങ്ങനെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റി വെക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ സ്പൈസസൊക്കെ അറിഞ്ഞാൽ ഇട്ടിട്ട് പഞ്ചസാര പൊടിച്ചെടുത്തീനല്ലോ, ആ പഞ്ചസാര കൂടെ അതിലേക്ക് ഇങ്ങനെ ഇത്തിരി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ കുറേശ്ശെ കഴിയുമ്പോൾ അത് ഒരു ക്രീമി രൂപത്തിലായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന ഈ ക്രീമിലേക്ക് നമുക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു കേക്ക് ആദ്യം, പിന്നെ മറ്റൊരു കേക്ക്, അങ്ങനെ നമ്മൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ബീറ്റ് ചെയ്ത് നമ്മൾ മുട്ട മാത്രം ബീറ്റ് ചെയ്യുമ്പോൾ നല്ലോണം പൊന്തി വരില്ല. അതുപോലെ ഒന്നും ആവില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ കഴിയുന്ന വിധം ബീറ്റ് ചെയ്തിട്ട് ഒന്നങ്ങോട്ട് കറക്കിയെടുത്തതിന് ശേഷം അതൊരു ക്രീമി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നേരത്തെ ഞാൻ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദ, അതുപോലെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഇതൊക്കെ ഞാൻ തരിച്ച് മാറ്റി വെച്ചതാട്ടോ. 3 പ്രാവശ്യം തരിച്ചിട്ട് മാറ്റി വെച്ചതാണ്. അതും അതിൻ്റെ മുന്നായിട്ട് ഓയിലും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇത്തിരി ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നങ്ങോട്ട് ബീറ്റ് ചെയ്തിട്ട് നട്ട്സുകളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നട്ട്സും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നട്ട്സൊക്കെ പുറത്ത് പോകും കേട്ടോ. ഒരു വലിയ പാത്രം തന്നെ എടുക്കണം കേട്ടോ. ഞാൻ ഈ ചെറിയ പാത്രം ആയതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. ഇനി നമ്മൾ പ്ലം കേക്കിന് ആയിട്ടുള്ള ഒരു ബൗള്, അതായത് പേപ്പറാട്ടോ, പക്ഷേ അതിങ്ങനെ വാങ്ങിച്ചതാണ് ഞാൻ. കേക്ക് ഷോപ്പിലൊക്കെ ഉണ്ടാവും, എല്ലാവരും അറിയാലോ. അങ്ങനെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ അതിലേക്ക് ഈ സ്ട്രെച്ചറിൽ തന്നെ ഒഴിക്കണം കേട്ടോ. ഇനി എയറൊക്കെ ഉണ്ടെങ്കിൽ പോവട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ട്യൂബിനുണ്ട് ഞാനിങ്ങനെ കുത്തി കൊടുത്തിട്ടോ. ഇനി അത് ഡെക്കറേഷനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഞാൻ അങ്ങോട്ട് മുകളിൽ ഡെക്കറേഷൻ വെച്ച് കൊടുത്തിട്ടോ. ഇനി 180 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവന് ഒരു 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി മെത്തേഡ് കേട്ടോ. ആർക്കും തന്നെ വേഗം തന്നെ വീട്ടിലിരുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. നല്ല ടേസ്റ്റിയാണ്, ടേസ്റ്റ് കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് കട്ട് ചെയ്യാം. അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഞാൻ എടുത്ത് വെച്ചിരുന്നു, അതൊന്ന് തൂക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൈദയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, നമ്മൾ കാരമൽ ചെയ്ത് അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അത് വിട്ടുപോയതാണ്, അത് കണ്ടില്ലേ. നല്ല തന്നെ സോഫ്റ്റായിട്ടുള്ള പ്ലം കേക്ക്, നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇനി എല്ലാവരും വീട്ടിൽ ഒന്ന്
ട്രൈ ചെയ്ത് നോക്ക്. കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ക്രിസ്മസ് ആയാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കാം. എന്നാൽ എല്ലാം റെഡിയാക്കി നോക്കണം.